സർവകലാശാലയിൽ വൈസ് ചാൻസലർക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. വരും ദിവസങ്ങളിൽ വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുവാനാണ് തീരുമാനം. ഇന്നലെ ചേർന്ന സ്പെഷ്യൽ സെനറ്റ് യോഗത്തിലും വൈസ് ചാൻസലർക്കെതിരെ വിമർശനമുയർന്നിരുന്നു. അശ്വിൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ, ഇന്നലെയും ഇടത് സിൻഡിക്കേറ്റങ്ങളുടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് വൈസ് ചാൻസലർക്കെതിരെ? ഇന്നലെയാണ് ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം വൈസ് ചാൻസലർ വിളിച്ചു ചേർത്തത്. നിയമപ്രകാരം 4 മാസം കൂടുമ്പോൾ സെനറ്റ് യോഗങ്ങൾ ചേരണം എന്നുള്ളതാണ്. പക്ഷേ അടുത്ത മാസം 4-ാം തീയതിയാണ് ഈ വൈസ് ചാൻസലർ വിളിച്ചു ചേർത്തിട്ടുള്ള സെനറ്റ് യോഗം ചേരേണ്ടത്. ഗവർണർ പങ്കെടുക്കുന്നതിനാലാണ് ഗവർണറുടെ സൌകര്യാർത്ഥം അടുത്ത മാസത്തേക്ക് മാറ്റിയത് എന്നുള്ളൊരു വിശദീകരണമായിരുന്നു വൈസ് ചാൻസലർ നൽകിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു അവസാനമായി ഒരു സെനറ്റ് യോഗം ചേർന്നിരുന്നത്. അങ്ങനെയെങ്കിൽ ഒക്ടോബർ 16-ന് മുമ്പായി തന്നെ ഇത്തരത്തിൽ ഒരു സെനറ്റ് യോഗം ചേരേണ്ടതുണ്ട്. അത് മറികടക്കുന്നതിന് അതിന് പക്ഷേ VC പറഞ്ഞിരുന്ന തീയതി അടുത്ത മാസത്തേക്കാണ്, നവംബർ മാസത്തിലേക്കാണ് ഈ ഒരു സെനറ്റ് യോഗം വിളിച്ചത്. പക്ഷേ അത് ചട്ടലംഘനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ വിമർശനങ്ങൾ ഉയർത്തിയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം ചേർന്നത്. ആകെ ഏക അജണ്ട മാത്രമായിരുന്നു ഈ ഒരു യോഗത്തിൽ ഉണ്ടായിരുന്നത്. അത് 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ യോഗം അവസാനിക്കുകയും ചെയ്തിരുന്നു. കടുത്ത ഇടത് സിൻഡിക്കേറ്റുകളുടെ ഒരു പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ഇത് അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. VCക്കെതിരെ ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇവർ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. ഈ ഒരു യോഗത്തിൽ തന്നെ അവർ അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയുടെ സുപ്രധാന യോഗങ്ങൾ VC വിളിച്ചു ചേർക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആരോപണം. അക്കാഡമിക് കൌൺസിലുണ്ട്, അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗങ്ങളുണ്ട്. ഇത് രണ്ടും വിളിച്ചു ചേർക്കാൻ VC സമ്മതിക്കുന്നില്ല എന്നുള്ളത് കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രതിഷേധം. അതിന്റെ തുടർച്ചയായി വരും ദിവസങ്ങളിലും VCക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തേക്ക് വരാനാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും യൂണിവേഴ്സിറ്റികളിലേക്ക് വൈസ് ചാൻസലർ പ്രവേശിക്കുന്നത് മുതൽ ഒരു പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ വരുന്ന നവംബർ 4-ന് ചേരാനിരിക്കുന്ന യോഗത്തിലും കടുത്ത പ്രതിഷേധം അറിയിക്കണം, ആ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP അംഗങ്ങളും ഇന്നലെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. കാരണം അതിനു മുൻപ്, അതായത് കഴിഞ്ഞതിന്റെ മുന്നത്തെ ദിവസം ഒരു കൌൺസിൽ യോഗം ചേർന്നിരുന്നു. സ്റ്റാൻഡിംഗ് കൌൺസിൽ യോഗമാണ്. ഈ സ്റ്റാൻഡിംഗ് കൌൺസിൽ യോഗത്തിൽ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്, BJP അംഗങ്ങളെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഇതിനെതിരെ VCക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അശ്വിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.